ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയാണ്, ഇന്നെങ്കിലും നിങ്ങൾ എന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം, സ്വരം എന്ന് പറയുന്ന കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ അതൊന്ന് നീ കേട്ടാൽ, അതൊന്ന് സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. അതനുസരിച്ച് നിന്റെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തിയെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ലോകത്തിന്റെ പാഴ്വാക്കുകൾ കേൾക്കാനും ഫിലിം കാണാനും മറ്റ് പല തമാശകൾ കേൾക്കാനും ഒക്കെ നിനക്ക് സമയമുണ്ടല്ലോ. സമയം പോണതുപോലെ അറിയില്ല. പക്ഷെ തമ്പുരാന്റെ വചനം കേൾക്കാൻ എന്തേ തീഷ്ണത തിടുക്കവും കാണിക്കാത്ത ഹൃദയ കാഠിന്യം, തമ്പുരാനെ എന്നൊന്ന് വിളിക്കാൻ നേരമില്ല. ഈ ലോകത്തിന് ദുർഗതി പിന്തുടർന്ന് അന്ധകാരത്തിന്റെ മക്കളെ പോലെ വ്യാപരിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. വിസ്തരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അവരൊരു വചനാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അഗസ്ത്യൻ പുണ്യാളന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ അഗസ്ത്യൻ പുണ്യാളന്റെ ജീവിതം മാറ്റിമറിച്ചത് ഏത് വചനാണ്? റോമാക്കാർക്കുള്ള ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങള്. അതില് ആ വചനം കേട്ടതോടുകൂടി അവന്റെ ജീവിതം അപ്പാടെ മാറാണ്. എന്താണ്? രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, അന്ധകാരത്തിൻ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ ആയുധങ്ങൾ ധരിക്കാം. ആ വചനം കേട്ടപ്പോ രാത്രി കഴിയാറായി, പകല് സമീപിച്ചു. നീ ഇനി അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ നടക്കേണ്ട ആളല്ല. നീ അന്ധകാരത്തിന്റെ വഴി വിടുമോനെ. എന്നിട്ട് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് നീ ജീവിക്കേ. നിനക്കൊരു വിശുദ്ധനാവണ്ടേ? ഈ തിരുവചനം അങ്ങോട്ട് അടിച്ചു കേറിയിട്ട് അന്ധകാരത്തിന്റെ ചെളിക്കുഴിയിൽ മുങ്ങിക്കടന്നിരുന്ന വിശുദ്ധനെ ഒരു വിശുദ്ധനാക്കി മാറ്റാണ്. അതായത് അന്ധകാരത്തിന്റെ ചെളിക്കുഴിയിലാണ് ഈ വിശുദ്ധൻ മുമ്പ് ജഡിക സുഖങ്ങളില് മുങ്ങി കഴിയായിരുന്നു. അവിടെ നിന്ന് കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയാണ്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 2 മുതൽ 9 വരെയുടെ തിരുവചനങ്ങൾ നമ്മൾ കാണും. എസ്രാ നിയമഗ്രന്ഥം വായിച്ചു കഴിഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ജനം അത് കേട്ടിട്ട് പാപത്തെ ഓർത്ത് കരഞ്ഞു വിലപിച്ചു. അത് വലിയ കൃപയിലേക്ക് അവരുടെ ജീവിതത്തെ തിരിച്ചു നടത്താണ്. മത്തായിയുടെ സുവിശേഷം 22-29 നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ മക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഒന്ന് തിരിച്ചു വരാൻ റെഡിയാവ്. യോഹന്നാന്റെ സുവിശേഷം 15:3 പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മൾ നന്നാവാൻ തീരുമാനം ഉണ്ടെങ്കിൽ കുറച്ചു നേരം വചനത്തോട് കൂടെ ഒന്നിരുന്നേ. എല്ലാ ദിവസവും കുറച്ചു നേരം ഇരുന്ന് വചനം അങ്ങോട്ട് കേക്ക്, ബലം പിടിച്ചിരുത്ത്. ഓടിപ്പോകാൻ തോന്നണെങ്കിൽ കുതറിപ്പോ ഓടാതെ തമ്പുരാനെ ഒന്ന് പിടിച്ചിരിക്കുക. ആദ്യമൊക്കെ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. വചനത്തേക്ക് കിടങ്ങനെ ചിരിയും കളിയും തമാശയൊന്നും ആവില്ല, ചിലപ്പോ നമുക്ക് അത് അത്ര ഫീൽ ആവില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ നമ്മളിത് ഒരു ട്രെയിനിങ് നമ്മുടെ ആത്മാവിന് കൊടുത്തു കഴിഞ്ഞുമ്പോൾ, ശരീരത്തിന് കൊടുത്തു കഴിയുമ്പോൾ അടങ്ങിക്കോളും താനെ. ശരീരത്തെ ആത്മാവിനാലും നമ്മൾ കൺട്രോൾ ചെയ്യും. എന്നിട്ട് ഈശോയുടെ വചനം അങ്ങോട്ട് ഉള്ളിലേക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തിരുവചനം കാറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ചേക്കണം. അത് കേട്ടു പോവാ. തിരിച്ചു വരുമ്പോഴും ജപമാല വെച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. പോകുന്ന വഴികളിലൊക്കെ കൊച്ചു കൊച്ചു വചനം പാടിയും പറഞ്ഞൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓർമ്മിച്ചിരിക്കാം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, അന്ധകാരത്തിൻ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ ആയുധങ്ങൾ ധരിക്കാം. ഇനി വൈകരുത്. ദൈവം നിന്നെ കാത്തിരിപ്പുണ്ട്. ഒന്ന് തിരിച്ചു നടന്ന എന്റെ കുഞ്ഞെ. ഈ ലോകത്തിന്റെ ദുർഗതി വിട്ടിട്ട് ഇന്നെങ്കിലും ഒരു വചനം നിന്നെ സ്പർശിക്കട്ടെ. തിരുവചനം നിന്റെ ജീവിതത്തിൽ ഒരു ലഹരിയായിട്ട് മാറട്ടെ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദുശീലങ്ങളൊക്കെ താനെ മാറിക്കോളും. തഴക്കദോഷങ്ങൾ ഇല്ലാതായിക്കോളും. ഈശോയുടെ വചനത്തിന്റെ കൂടെയുള്ള ഇരിപ്പ് നീ എന്നാരംഭിക്കുന്നോ അന്നു മുതല് നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം കുറഞ്ഞു വരും. മാംസളമായ ഹൃദയത്തിലേക്ക് തമ്പുരാന്റെ വചനം കയറുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വചനമാകുന്ന കൂടം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പാറയെ, ഹൃദയ കാഠിന്യം മൂലം അങ്ങോട്ട് കടുപ്പമേറിപ്പോയ ഹൃദയത്തിന്റെ പാറക്കൂട്ടത്തെ അങ്ങോട്ട് തല്ലിപ്പൊളിക്കണം. ദൈവം അതിനുള്ള കൃപ നമുക്ക് തരട്ടെ.